മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ പ്രതിമ വഹിച്ചുള്ള സ്മൃതിയാത്രയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി. പയ്യന്നൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് സ്മൃതിയാത്ര നടത്തുന്നത്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതമേനോന്റെ പ്രതിമയുമായുള്ള സ്മൃതിയാത്രയ്ക്കാണ് പട്ടാമ്പിയിൽ സ്വീകരണമൊരുക്കിയത്. പയ്യന്നൂരിൽ നിന്നുമാണ് സ്മൃതിയാത്ര ആരംഭിച്ചത്. വിവിധ ജില്ലകളിലെ പര്യടനത്തിന് ശേഷമാണ് യാത്ര പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിച്ചത്. ജില്ലാതല സ്വീകരണമായിരുന്നു പട്ടാമ്പിയിൽ നൽകിയത്. മേലെ പട്ടാമ്പിയിൽ നിന്നും യാത്രയെ സ്വീകരിച്ചനയിച്ച് കേരളത്തിന്റെ വികസന ചരിത്രം സി അച്യുതമേനോനിലൂടെ ആയിരുന്നുവെന്നാണ് ജാഥ ക്യാപ്റ്റനും CPI ദേശീയ കൌൺസിൽ അംഗവുമായ KP രാജേന്ദ്രൻ പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ അഭിപ്രായപ്പെട്ടത്. യോഗത്തിൽ മുഹമ്മദ് മൂസൻ MLA അധ്യക്ഷനായി. നേതാക്കളായ KP സുരേഷ് രാജ്, OK സൈദലവി, ജാഥ അംഗങ്ങളായ സത്യൻ മുക്കേരി, TV ബാലൻ, EC ബിജി മോൾ, TT ജിസ്മോൻ, P കബീർ തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് യാത്ര തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ മ്യൂസിയത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ഈ മാസം 30-ന് പ്രതിമ സ്ഥാപിക്കും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിമ അനാച്ഛാദനം ചെയ്യും. അത്രയും ശക്തനായ ഭരണാധികാരിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഊർജ്ജസ്വലനായ ധീരനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘാടകൻ കൂടിയായിരുന്നു, പ്രക്ഷോഭകാരിയായിരുന്നു. ഭൗതിക ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും ഔന്നത്യമുള്ള ആളായിരുന്നു ഭൗതികപരമായി. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.